പശ്ചിമ ബംഗാളിൽ അധികാരം നേടിയതിന്റെ ചരിത്രപരമായ ആഘോഷങ്ങൾക്കിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു 98-കാരന്റെ കാൽ തൊട്ട് വന്ദിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ രാജ്യം മുഴുവൻ ഒരു ചർച്ചാ വിഷയമാവുകയാണ്. രാജ്യം മുഴുവൻ മാത്രമല്ല, ലോകം മുഴുവൻ ഒരു ചർച്ചാ വിഷയമായി, ഒരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രധാനമന്ത്രി, അതായത് നരേന്ദ്രമോദി എപ്പോഴും ചെയ്യുന്ന, അതായത് മുതിർന്നവരുടെ അനുഗ്രഹം വാങ്ങുന്ന ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി, ആ ഒരു ചിത്രം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ലോകരാജ്യങ്ങൾക്കിടയിലും വലിയ രീതിയിലുള്ള ഒരു സ്വീകാര്യത വർദ്ധിക്കുകയാണ്. പുറത്തു വന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വലിയ രീതിയിൽ വൈറലാകുന്നു. കൂടാതെ കൊൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ സുവേന്ദു അധികാരി പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നതിന് തൊട്ടു മുമ്പായിരുന്നു ഈ വൈകാരിക നിമിഷം. ആരാണ് പ്രധാനമന്ത്രി പോലും ആദരവോടെ കുമ്പിട്ട ഈ മഖൻലാൽ സർക്കാർ? ആ ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. പതിറ്റാണ്ടുകൾ നീണ്ട നിസ്വാർത്ഥ സേവനത്തിന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നൽകിയ ആദരവാണ് ഇന്ന് ബംഗാളിലെ BJP സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ വേദിയിൽ കാണാൻ കഴിഞ്ഞത്. പശ്ചിമ ബംഗാളിലെ ഏറ്റവും മുതിർന്ന BJP പ്രവർത്തകന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന വ്യക്തിയാണ് മഖൻലാൽ സർക്കാർ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനവുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന അദ്ദേഹം ഭാരതീയ ജനസംഘം സ്ഥാപകൻ ശ്യാമപ്രസാദ് മുഖർജിയുടെ അടുത്ത സുഹൃത്തും അനുയായിയും കൂടിയായിരുന്നു. പശ്ചിമ ബംഗാളിലെ സിലിഗുരു സ്വദേശിയായ അദ്ദേഹം ജനസംഘം കാലം മുതൽ പാർട്ടിയുടെ വളർച്ചയ്ക്കായി പ്രവർത്തിച്ച ഒരു താഴെത്തട്ടിലുള്ള ഒരു നേതാവാണ്. 1952 കാശ്മീരിൽ ഇന്ത്യൻ ദേശീയ പതാക ഉയർത്താനുള്ള പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുന്നതിനിടെ ശ്യാമപ്രസാദ് മുഖർജിയോടൊപ്പം മഖൻലാൽ സർക്കാരും അറസ്റ്റിലായിരുന്നു. കാശ്മീരിൽ വെച്ച് ദേശീയഗാനം ആലപിച്ചതിന് ഡൽഹി പോലീസും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. കോടതിയിൽ വെച്ച് മാപ്പ് പറയാൻ വിസമ്മതിച്ച അദ്ദേഹം കോടതി മുറിയിൽ വീണ്ടും അതേ ദേശീയ ഗീതം പാടി പ്രതിഷേധിച്ചത് ഇന്ത്യ ഒരിക്കലും മറക്കാത്തൊരു ചരിത്രമാണ്. 1980 BJP രൂപീകരിച്ചപ്പോൾ പശ്ചിമ ബംഗാളിലെ ഉത്തര ദിനാജ്പൂർ, അതോടൊപ്പം ജാൽപൈഗുരി, ഡാർജിലിംഗ് ജില്ലകളുടെ ഓർഗനൈസേഷണൽ കോർഡിനേറ്ററായി അദ്ദേഹം പ്രവർത്തിച്ചു. അദ്ദേഹത്തിന്റെ നേതൃപാഠവും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ സംഘടനയുടെ വൈദഗ്ധ്യവും സ്വാധീനം അത് ബംഗാളിൽ BJPക്ക് ശക്തമായ ഒരു അടിത്തറ പാകുന്നതിൽ നിർണായകമായ ഒരു പങ്കുവച്ചു. കേവലം ഒരു വർഷത്തിനുള്ളിൽ 10,000-ഓളം പുതിയ അംഗങ്ങളെ പാർട്ടിയിലേക്ക് ചേർക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 1981 മുതൽ തുടർച്ചയായി 7 വർഷം അദ്ദേഹം ജില്ലാ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു. പശ്ചിമ ബംഗാൾ പോലുള്ള വെല്ലുവിളി നിറഞ്ഞ ഒരു സംസ്ഥാനത്ത് BJPയുടെ ആദ്യകാല വികാസത്തിലെ ഒരു പ്രധാന അധ്യായമാണ് മഖൻലാൽ സർക്കാർ. ബംഗാളിൽ BJP സർക്കാർ രൂപീകരിക്കുന്ന ചടങ്ങിൽ മഖൻലാൽ സർക്കാരിന് വേദിയിൽ തന്നെ ഇരിപ്പിടം നൽകിയിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വേദിയിലെത്തിയ ഉടൻ നേരെ മഖൻലാലിന്റെ അടുത്തേക്ക് നീങ്ങുകയും കുനിഞ്ഞ് അദ്ദേഹത്തിന്റെ കാൽ തൊട്ട് വന്ദിക്കുകയും ചെയ്തു. തുടർന്ന് മഖൻലാലിനെ ആലിംഗനം ചെയ്ത മോദി അദ്ദേഹത്തിന്റെ ക്ഷേമ അന്വേഷണങ്ങൾ നടത്തുകയും ചെയ്തു. പതിറ്റാണ്ടുകളായി സംഘടനയെ പരിപോഷിപ്പിച്ച ഈ മുൻനിര നേതാക്കളെ പാർട്ടിയുടെ ഉന്നത നേതൃത്വം ഇപ്പോഴും ഓർക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന അതുല്യമായ കാഴ്ചയാണ് ഇന്ന് പശ്ചിമ ബംഗാളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മഖൻലാൽ സർക്കാരും തമ്മിൽ ഒരു മനുഷ്യന്റെ ഹൃദയങ്ങളെയെല്ലാം ചേർത്തിണക്കുന്ന അല്ലെങ്കിൽ കോർത്തിണക്കുന്ന മനോഹരമായ ഒരു നിമിഷത്തിന് ഇന്ന് പശ്ചിമ ബംഗാൾ സാക്ഷ്യം വെച്ചത്.